ഹലോ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ? ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്: ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിൽ, ഇന്ത്യ ഉത്തരേന്ത്യ എന്നുണ്ട്, ദക്ഷിണേന്ത്യ എന്നുണ്ട്. അതായത് കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഈ ഒരു ഭാഗത്തെയാണെന്ന് പറയാ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ്രാവിഡ ശൈലി. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവിഡ ശൈലി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാട്ടോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തേക്ക് പോകണം. അന്നത്തെ കാലഘട്ടത്തിൽ ബ്രാഹ്മണരിൽ നിന്നും എത്രയോ അകലം പാലിക്കണം നായന്മാരിൽ നിന്നും എത്രയോ അകലം പാലിക്കണം ഈഴവന്മാരിൽ നിന്നും എത്രയോ അകലം പാലിക്കണം പുലയന്മാര്. ഇങ്ങനെയായിരുന്നു. ഈഴവ സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളായിരുന്നു ശ്രീനാരായണ ഗുരു. ഇദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു പുലയന്മാരുടെ വീട്ടിൽ കഞ്ഞി തളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞി തളച്ചു പോവും എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? കഞ്ഞിക്കലം ആ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നു. ഇദ്ദേഹം ഈഴനാണ്. കഞ്ഞിക്കലം ആരുടേതാണ്? പുലയന്റേതാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ചെവിയിലെത്തുന്നു. അച്ഛൻ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്. നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ അവിടെ ജാതി നോക്കിയിട്ടില്ല, ഞാൻ അവിടെ മതം നോക്കിയിട്ടില്ല, ഞാൻ അവരുടെ ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ചും കൂടി നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ബ്രാഹ്മണന്മാരുടെ അല്ലെങ്കിൽ മുൻജാതിയിലുള്ള ആളുകൾക്ക് പലകയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അതിനെക്കാട്ടിലും ഒരു ആയിട്ട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ള ഒരു വസ്തുവാണ്. പിന്നീടുള്ളത് ഓല കൊണ്ട് മുടഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം നേരെ ചെന്നിട്ട് പലകയിൽ പോയിരിക്കുന്നു. പലകയിൽ പോയിരിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നു, നീ ഈഴനല്ലേ? നീ ഇഴവന്മാരിൽപ്പെട്ടതല്ലേ? എന്തുകൊണ്ട് നീ പലകയിൽ വന്നിരിക്കുന്നു? അങ്ങനെ അദ്ദേഹം നേരെ ചെന്നിട്ട് എന്ത് ചെയ്യാണ്? ഓല മടഞ്ഞ പായയിൽ ഇരിക്കുന്നു. ഓല മടഞ്ഞ പായയിൽ ഇരുന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇനി എവിടുന്നാണാവോ ശ്വാസം വലിക്കേണ്ടത്? അല്ലെ? അങ്ങനെ ചുട്ട മറുപടി കൊടുത്ത, ചെറുപ്പത്തിൽ തന്നെ ജാതിക്കും മതത്തിനും എതിരെ, ഐത്തത്തിനും എതിരെ ചുട്ട മറുപടി കൊടുത്ത വ്യക്തിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. പിന്നെ ഇദ്ദേഹം സന്യാസത്തിലേക്ക് പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിപ്പിക്കാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം സ്ഥലം വിടുകയാണ്. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ദൈവം ഓരോരുത്തരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു നിർദ്ദേശപ്രകാരമാണ്, അത് നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വീണ്ടും തിരിച്ചു പോകുന്നു. അതിനിടയിൽ ചട്ടമ്പ സ്വാമികളെയും തൈക്കാട് അയ്യയൊക്കെ കണ്ട് അദ്ദേഹത്തെ ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം മരുത്തോമലയിലെത്തുന്നു. മരുത്തോമലയിൽ നിന്നും ദിവ്യജ്ഞാനം ലഭിക്കുന്നു. ഇദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തി തിരുവനന്തപുരത്താണ്. 1856 ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. മാടൻ ആശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം മരുത്തോമലയിൽ നിന്നും ദിവ്യജ്ഞാനൊക്കെ ലഭിച്ചതിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ഐക്യം നിലനിൽക്കുകയാണ്. ജാതി മതത്തിന്റെ പേരിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ. അമ്പലത്തിൽ പോയിട്ട് പുലയന്മാർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, അവരുടെ നിവേദനങ്ങളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരുന്നു. അപ്പൊ അദ്ദേഹം കരുതി, എന്തുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് ദൈവത്തിനെ ഉണ്ടാക്കിക്കൂടാ? എല്ലാവർക്കും ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ദൈവത്തിനെ പ്രാർത്ഥിക്കാലോ. അങ്ങനെ ഇദ്ദേഹം നെയ്യാറിൽ ഇറങ്ങിയിട്ട് ഒരു കല്ലെടുക്കുകയാണ്. കല്ലിന് മുകളിൽ അദ്ദേഹം കുറെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം എന്ത് ചെയ്തു? ശിവപ്രതിഷ്ഠ നടത്തി. നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് ഇദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. അപ്പൊ ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? നിങ്ങൾക്ക് അല്ലെങ്കിൽ പുലയന്മാർക്ക് ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ഞാൻ നിങ്ങളുടെ ശിവനെയല്ല, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരു. 1888 നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? നാരായണൻ. എന്താണ്? നാരായണൻ. ഇദ്ദേഹത്തെ വിളിക്കുന്ന വിളിപ്പേരെന്താണ്? നാണു. ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നല്ല ബുദ്ധിമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു, അറിവിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു, സംസ്കൃതവും മറ്റു ഭാഷകളൊക്കെ പെട്ടെന്ന് കരസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പുലയന്മാരുടെ കുട്ടികൾക്കും ഈഴവന്മാരുടെ കുട്ടികൾക്കും ഇദ്ദേഹം വിദ്യാഭ്യാസം നൽകിയിരുന്നു. അങ്ങനെ നാണു ആശാൻ എന്ന പേരും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? ഇതുവരെ റെഡിയാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 1888 നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയില്ലേ? അങ്ങനെ അരുവിപ്പുറം വിപ്ലവം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട് കളവൻകോടില്. എന്താണ് കണ്ണാടി പ്രതിഷ്ഠ? കണ്ണാടി വെച്ച് കണ്ണാടിയിൽ തന്നെ നോക്കിയാൽ നമ്മൾ നമ്മളെ തന്നെയാണ് നോക്കുന്നത് അല്ലെ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഉള്ളിലാണടാ ദൈവം എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കാം അല്ലെ? അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നു കളവൻകോടിൽ വെച്ചിട്ട്. കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ആരും കളവ് പറയില്ലല്ലോ,
നമ്മൾ നമ്മളെ തന്നെയല്ലേ കാണുന്നത്. പിന്നീട് അദ്ദേഹം രണ്ടാമതും കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട് വൈക്കത്തിലെ ഉല്ലലയിൽ വെച്ച്, വൈക്കം താലൂക്കിലെ ഉല്ലലയിൽ വെച്ച്. അടുത്തത് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് കാരമുക്കിലാണ്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കാരമുക്കിലാണ്. ഇദ്ദേഹത്തിന്റെ കുറച്ച് കോട്ടുകളാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാ മതി. എന്താല്ലേ, വളരെ നമ്മൾ ഉള്ളിലേക്ക് കുറിക്കുകൊള്ളുക എന്നൊക്കെ പറയുന്നത് പോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നും എടുത്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇതിൽ നിന്നെടുത്തു. ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നെടുത്തു. 1925 ഗാന്ധിജിയെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ആ സമയത്ത് ഇവരുടെ ഭാഷയെ തർജ്ജമ ചെയ്തു കൊടുത്തത് എൻ കുമാരനാണ്. ആരാണ്? എൻ കുമാരനാണ്. 1922 ഇദ്ദേഹത്തെ രവീന്ദ്രനാഥ ടാഗോർ കണ്ടുമുട്ടുന്നു. രവീന്ദ്രനാഥ ടാഗോർ 1922 ഇദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ ഭാഷയെ തർജ്ജമ ചെയ്തു കൊടുത്തത് കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ്. 1925 ആരാണ്? 1925 ഗാന്ധിജിയുമായിട്ടാണ് സന്ദർശനം. ആ സമയത്ത് എൻ കുമാരനാണ്. ആരാണ്? എൻ കുമാരനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാരും? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചതാര്? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ഈ സവർണ ജാഥ നടത്തിയത്. എന്താണ് ഈ ഒരു സവർണ ജാഥ കാരണം? എന്താണ് വൈക്കം ക്ഷേത്രം? അതെ, വൈക്കം ക്ഷേത്രത്തിന്റെ നിരത്തുകളിലൂടെ അവർണർക്ക് നടക്കാൻ പാടില്ല എന്നതിനെതിരെ വന്നൊരു പ്രക്ഷോഭമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ആസൂത്രിത സമരം. 1923 ഐത്തോച്ചാടനം എന്ന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ INC കാക്കിനട സമ്മേളനത്തിൽ പാസാക്കി. അപ്പോ ഐഎൻസിയിലെ ഐക്യത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കിയത് ആരാണ്? ടി.കെ. മാധവൻ. ആരാണ് പ്രമേയം അവതരിപ്പിച്ചത്? ആരാണ്? ടി.കെ. മാധവൻ. ടി.കെ. മാധവൻ നമുക്ക് എങ്ങനെ പഠിക്കാം? തൊട്ടുകൂടായ്മ മാധവൻ. ടി.കെ. തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐത്തല്ലേ. അതെ. അപ്പോ ഇദ്ദേഹമാണ് 1923 ഐത്തോച്ചാടനത്തിനെതിരെ കാക്കിനട സമ്മേളനത്തിൽ, INCയുടെ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? ടി.കെ. മാധവൻ. ഇദ്ദേഹം എന്താണ് അവതരിപ്പിച്ചത്? ഐത്തോച്ചാടനത്തിനെതിരെ ദേശവ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ വേണം. എന്താണ്? ദേശവ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ വേണം. സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് 1924 മാർച്ച് 30 എന്ത്? സത്യാഗ്രഹം ആരംഭിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? വൈക്കം മഹാദേവി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിൽ അവർണർ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. വൈക്കം മഹാദേവി ക്ഷേത്രത്തിന്റെ നിരത്തുകളിൽ അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ബോർഡിനെ മറികടന്നുകൊണ്ട് ഇതിനെ എതിർത്ത 3 വ്യക്തികളുണ്ട്. അതായത് ഓരോ ദിവസം 3 വ്യക്തികൾ ഇതിനെ എതിർത്ത് ഇങ്ങനെ കടന്നു പോകും. ഇതിലെങ്ങനെ എതിർത്ത് ഇതിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോവും. എന്തെങ്കിലും പോയാല് ആദ്യം പോയ വ്യക്തികൾ ആരാണ്? ആദ്യം പോയ വ്യക്തികളാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ. ആരാണ്? കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം ഉണ്ടായിരുന്നു? 603 ദിവസം ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രമേയം പാസ്സാക്കാൻ മുൻകൈ എടുത്ത ആള് 1923 കാക്കിനാട സമ്മേളനത്തിൽ ആരാണ്? ടി.കെ. മാധവൻ. ആരാണ്? ടി.കെ. മാധവൻ. ആരാണ്? ടി.കെ. മാധവൻ. സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് വെക്കുന്ന വ്യക്തികൾ അകാലികൾ. സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് വെക്കുന്ന വ്യക്തികൾ ആരാണ്? അകാലികളാണ്. അകാലികൾ സമരഭടന്മാർക്ക് അടുക്കള തീർക്കുകയും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു. സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്ത ആളുകൾ ആരാണ്? പഞ്ചാബിൽ നിന്ന് വന്ന അകാലികളാണ്. അകാലികളുടെ നേതാക്കളാണ് ലാലാ ലാൽ സിംഗും കൃപാൽ സിംഗും. ലാലാ ലാൽ സിംഗും കൃപാൽ സിംഗുമാണ് പഞ്ചാബിൽ നിന്ന് വന്ന അകാലികളുടെ നേതാക്കൾ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? 1925 മാർച്ച് 9 നടന്ന വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. 603 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. 1925 മാർച്ച് 9 എന്ത് ചെയ്തു? ഗാന്ധിജി എന്ത് ചെയ്തു? വൈക്കം സത്യാഗ്രഹത്തിൽ എന്ത് ചെയ്തു? പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിക്കാനെത്തിയത് ആചാര്യ വിനോബ ഭാവ. ഗാന്ധിജി പറഞ്ഞു, അത് പോയോക്കടാ,
അവിടെ അങ്ങനെ സമരം നടക്കല്ലേ അല്ലെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിനെ നിരീക്ഷിക്കാനെത്തിയത് ആരാണ്? ആചാര്യ വിനോബാ ഭാവെ. ആരാണ്? ആചാര്യ വിനോബാ ഭാവെ. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ജാഥ നടത്തിയത് എവിടെ നിന്നാണ്? മധുരയിൽ നിന്നും വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ജാഥ നടത്തിയ വ്യക്തി ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കരെ പെരിയോറ്, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. പെരിയോറ്, വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു EV രാമസ്വാമി നായ്ക്കർ. ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. നമ്മുടെ നാട്ടുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ റോഡിൽ ഇപ്പൊ ഒരു ഹീറോ ഉണ്ട്, നമ്മൾ കാണുമ്പോൾ പേടിച്ചോടും, വണ്ടിയിലൊക്കെ പോകുമ്പോൾ പിന്നാലെ കൂടുമെന്നൊക്കെ പേടിക്കും ഇല്ലേ? അങ്ങനത്തെ ഹീറോ EV രാമസ്വാമി നായ്ക്കർ അല്ലെ. ഹീറോ ആരാ കിട്ടിയാലോ കോഡ് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അടുത്തത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് എവിടെ നിന്ന്? വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരം? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയ വ്യക്തിയുടെ പേരെന്താണ്? മന്നത്ത് പത്മനാഭൻ. എന്താണ്? മന്നത്ത് പത്മനാഭൻ. അതാണ് മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ ആരംഭിച്ചതെന്നാണ്? 1924 നവംബർ 1-ാം തീയതിയാണ്. ഇവിടെ നമ്മൾ 3 ഡേറ്റുകൾ പഠിച്ചു. ഒന്ന്, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-ാം തീയതിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. രണ്ടാമത്, ഗാന്ധിജി എപ്പോൾ പങ്കെടുത്തു? 1925 മാർച്ച് 9-ാം തീയതിയാണ് ഗാന്ധിജി പങ്കെടുത്തത്. എന്നാണ് സവർണ ജാഥ ആരംഭിച്ചത്? 1924 നവംബർ 1-ാം തീയതിയാണ് സവർണ ജാഥ ആരംഭിച്ചിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? ME നായിഡു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ആരാണ്? ME നായിഡു. ഇതിന്റെ ഫലം കണ്ടോ? അതെ, തീർച്ചയായിട്ടും ഇതിന്റെ ഫലം കണ്ടു. 1925 നവംബർ 23-ാം തീയതി 1925 നവംബർ 23-ാം തീയതി കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ തുറന്നു കൊടുത്തു. വൈക്കം മഹാദേവി ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു.